ഹായ്, ഞാൻ വഫ, ഡിസൈൻ എഞ്ചിനീയർ കം ലൈസൻസി ഡിയാടെക് ഹോംസ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ്റെ പേപ്പർ വർക്ക്സിനെ പറ്റിയിട്ടാണ്. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്രോസസ്സിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ആ ബിൽഡിങ്ങിൻ്റെ പേപ്പർ വർക്ക്. ഈ പേപ്പർ വർക്കിൽ വരുന്നത് മെയിനായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന് ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ്, അതിൻ്റെ കംപ്ലീഷൻ, പിന്നെ അതിൻ്റെ നമ്പറിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ പേപ്പർ വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ആദ്യമായിട്ട് വരുന്നതും അതിൻ്റെ പെർമിറ്റ് ആണ്. നമ്മൾ ഈ പെർമിറ്റ് എടുക്കുന്നത് K-Smart എന്ന് പറയുന്ന ഒരു പുതിയ സോഫ്റ്റ്വെയർ വഴിയാണ് ഇപ്പോൾ പെർമിറ്റ് എടുക്കുന്നത്. പണ്ടൊക്കെ പെർമിറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലോങ് പ്രോസസ്സ് ആയിരുന്നു. ഏകദേശം 1 മന്തോളം ഡ്യൂറേഷൻ വരുന്ന ഒരു ലോങ് പ്രോസസ്സായിരുന്നു പെർമിറ്റ് എടുക്കുന്നത്. അതായത് നമ്മൾ പെർമിറ്റിൻ്റെ ഫയല് പഞ്ചായത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ക്ലർക്കിൻ്റെ കയ്യിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു. അത് ഓവർസിയർക്ക് ഫോർവേഡായി. ഓവർസിയർ വന്ന് സൈറ്റ് വിസിറ്റ് ചെയ്തു. വേറെ ഇഷ്യൂസ് ഒന്നും ആ സൈറ്റിലില്ല എന്ന് ഉറപ്പ് വരുത്തി. പിന്നെ ഫയൽ എയ്ക്ക് ഫോർവേഡ് ചെയ്തു. സെക്രട്ടറിയുടെ സൈൻ വാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പെർമിറ്റ് അലോ ചെയ്ത് കിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് K-Smart എന്ന് പറയുന്ന പുതിയ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പെർമിറ്റ് എടുക്കാം. ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് നമുക്ക് കയ്യിൽ കിട്ടുന്നതാണ്. ഒരു രജിസ്റ്റേർഡ് ലൈസൻസിയുടെ സഹായത്തോടു കൂടി ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പെർമിറ്റ് കിട്ടും. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ സെറ്റ് ബാക്ക് വിടേണ്ടത് മെയിനായിട്ടും ഫ്രണ്ടിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ മുൻവശത്ത് നിന്നും 3 മീറ്റർ സെറ്റ് ബാക്കും ബിൽഡിങ്ങിൻ്റെ റിയർ സൈഡ് അതായത് പുറകുവശത്ത് നിന്നും 1.5 മീറ്റേഴ്സും 2 സൈഡിൽ നിന്നും ഓരോ മീറ്റർ വെച്ചാണ് നമ്മൾ സെറ്റ് ബാക്ക് വിടുന്നത്. നമുക്കൊരു 3 സെൻറ്റിൽ കുറഞ്ഞ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് കൺസെഷൻ ഉണ്ട്. 3 സെൻറ്റിൽ കുറഞ്ഞ പ്ലോട്ടിൽ നമ്മൾ മുൻവശത്തെ സെറ്റ് ബാക്ക് 2 മീറ്റർ വിട്ടാൽ മതിയാവും. അതുപോലെ റിയർ സൈഡിൽ നിന്നും 1 മീറ്ററും 2 സൈഡുകളിൽ നിന്നും 0.6 മീറ്റേഴ്സ് വിട്ടാൽ മതി. 6 മീറ്ററിൽ കുറവുള്ള ഒരു പ്രൈവറ്റ് റോഡാണ് നമ്മുടെ വീടിന് മുൻവശത്ത് വരുന്നതെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ സെറ്റ് ബാക്ക് ഫ്രണ്ട് സൈഡിൽ നിന്നും 2 മീറ്റർ മാത്രം വിട്ടാൽ മതി. പക്ഷേ നമ്മുടെ ബിൽഡിംഗ് സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ് ആയിരിക്കണം. സിംഗിൾ റെസിഡൻഷ്യൽ യൂണിറ്റ്, മൾട്ടി റെസിഡൻഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞ് 2 തരത്തിലാണ് നമുക്ക് റെസിഡൻഷ്യൽ യൂണിറ്റ് ഉള്ളത്. സിംഗിൾ റെസിഡൻസി മീൻസ് നമുക്ക് ഒറ്റ TC നമ്പർ, അതായത് ഒരു കിച്ചൺ വരുന്ന യൂണിറ്റുകളാണ് നമ്മൾ സിംഗിൾ TC നമ്പർ റെസിഡൻഷ്യൽ യൂണിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടി TC എന്ന് വിശേഷിപ്പിക്കുന്നത് 2 കിച്ചൺ വരുന്ന യൂണിറ്റുകളെ മൾട്ടി TC എന്ന് പറയും. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സെറ്റ് ബാക്കിൽ വ്യത്യാസം വരും. 10 മീറ്റർ വരെ ഹൈറ്റുള്ള ഒരു ബിൽഡിങ്ങിന് നമ്മൾ മേൽ പറഞ്ഞ പോലുള്ള സെറ്റ് ബാക്ക് കൊടുത്താൽ മതി. മുൻവശത്ത് 3 മീറ്റർ, റിയർ 1.5, സൈഡ് 2 1 മീറ്റർ. 10 മീറ്ററിന് മുകളിലുള്ള ബിൽഡിംഗ്, ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും നമുക്ക് ഈച്ച് സൈഡ് 50 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ അകത്തേക്ക് സെറ്റ് ബാക്ക് കയറ്റിയെടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു 10 മീറ്ററിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 11 മീറ്റർ ഹൈറ്റുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഫ്രണ്ട് സെറ്റ് ബാക്ക് ആയിട്ട് വിടേണ്ടത് ഏകദേശം 3.5 മീറ്റേഴ്സാണ്. അതുപോലെ തന്നെ റിയർ സൈഡ് വരുമ്പോൾ അത് 2 മീറ്റേഴ്സായി മാറും. സൈഡ്സ് വരുമ്പോൾ അത് 1.5 മീറ്റേഴ്സ് ആയിട്ട് മാറും. പേപ്പർ വർക്ക്സിൽ അടുത്തതായിട്ട് വരുന്നത് കംപ്ലീഷൻ ആണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് കംപ്ലീഷന് കൊടുക്കുന്നത്. കംപ്ലീഷന് കൊടുക്കുന്നതിൻ്റെ നമ്മുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ ബിൽഡിങ്ങിന് TC നമ്പർ കിട്ടാൻ വേണ്ടിയാണ് കംപ്ലീഷന് കൊടുക്കുന്നത്. കംപ്ലീഷനും നമുക്ക് K-Smart വഴി തന്നെ അപ്ലൈ ചെയ്യാം. പെർമിറ്റ് എടുത്ത ലൈസൻസിയുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് കംപ്ലീഷനും അപ്ലൈ ചെയ്യാം. അഥവാ നമുക്ക് പെർമിറ്റ് എടുത്ത ലൈസൻസി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ലൈസൻസിയുടെ ഹെൽപ്പോട് കൂടി തന്നെ കംപ്ലീഷൻ കൊടുക്കാൻ പറ്റും. ബിൽഡിങ്ങിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ കംപ്ലീഷൻ കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് നമ്മൾ ലൈസൻസിയുടെ സഹായത്തോടു കൂടി സെൽഫ് സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് വഴി എടുത്താൽ പോലും കംപ്ലീഷന് വരുമ്പോൾ നമുക്ക് ബിൽഡിംഗ് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. നമ്മൾ കോർപ്പറേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഈ കംപ്ലീഷൻ ഫയൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓവർസിയർ ബിൽഡിംഗ് ഇൻസ്പെക്ടർ വന്ന് നമ്മുടെ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യും. ഇൻസ്പെക്ട് ചെയ്ത് നമ്മുടെ നീഡ്സ്, അതായത് അതിൽ വരുന്ന നീഡ്സുകളെല്ലാം നമുക്കിപ്പോൾ മെയിനായിട്ട് വരുന്നത് സെറ്റ് ബാക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീഷൻ കിട്ടുള്ളൂ. എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും മിസ്മാച്ച്, ഈ നമ്മുടെ പറയുന്ന റൂളുകളിൽ എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിന് കംപ്ലീഷൻ കിട്ടത്തില്ല. KMBRൽ പറയുന്ന ബിൽഡിംഗ് റൂൾസുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്താണ് നമ്മൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അവിടെ ചെയ്തിരിക്കുന്നതെങ്കിൽ ഓവർസിയർ അല്ലെങ്കിൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ വന്ന് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കംപ്ലീഷൻ കിട്ടും. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിൽഡിംഗ് TC നമ്പറിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. TC എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ നമ്പർ കിട്ടുന്നതിനാണ് നമ്മൾ TC നമ്പർ അല്ലെങ്കിൽ ടാക്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്.
ഒരു ബിൽഡിങ്ങിന് TC നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും കിട്ടുള്ളൂ. ഇത്രയൊക്കെയാണ് ബിൽഡിങ്ങിൻ്റെ പേപ്പർ വർക്ക്സിൽ വരുന്നത്. മുമ്പെന്ന് വെച്ചാൽ നമുക്കിതെല്ലാം മാനുവലായിട്ട് ചെയ്യണമായിരുന്നു. പെർമിറ്റ് എടുക്കുന്നതായാലും കംപ്ലീഷൻ കൊടുക്കുന്നതായാലും നമുക്ക് TC നമ്പറിന് അപ്ലൈ ചെയ്യുന്നതായാലും എല്ലാം മാനുവലായിരുന്നു. നമ്മൾ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ മാനുവൽ ഫയൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, എല്ലാം ഓൺലൈനാണ്. കേസ്മാർട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വഴി ഒരു സർട്ടിഫൈഡ് ലൈസൻസിയുടെ സഹായത്തോടു കൂടി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബിൽഡിങ്ങിൻ്റെ പെർമിറ്റ് ആയാലും കംപ്ലീഷൻ ആയാലും TC നമ്പർ ആയാലും വളരെ എളുപ്പത്തിൽ എടുക്കാവുന്നതാണ്. DR Tech Homes Private Limited, Trivandrum, an archway to future.